Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കെയിൽ ടൂളിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഓട്ടോകാർഡിൽ സ്കെയിൽ ടൂൾ എടുക്കാനായി ഒന്നെങ്കിൽ മെനു ബാറിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹോം ടാബ് ഉണ്ട്. ഹോം ടാബിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിൽ നിന്ന് സ്കെയിൽ ടൂൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്കെയിലിന്റെ കമാൻഡ് ബോക്സിൽ ജസ്റ്റ് SC ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്കെയിലിന്റെ ഷോർട്ട് കീ പറഞ്ഞ SC ആണ്. അപ്പൊ നമുക്ക് സ്കെയിൽ ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ റെക്ടാങ്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ലെങ്ത് 100ഉം വിഡ്ത്ത് 50 സെന്റിമീറ്റർ ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ലീനിയർ എടുത്തു. ലീനിയർ ആണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ കണ്ട അതിന്റെ ലെങ്ത് വിഡ്ത്ത് 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ ലെങ്ത്തിന് 100 സെന്റിമീറ്റർ ആണ്. അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. ഒന്നും കൂടി അതേ ടൂൾ എടുക്കുക. അവിടെ പോവുക, ഒന്നെങ്കിൽ സെലക്ട് ചെയ്യുക, ലീനിയർ എടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട കറക്റ്റ് 100 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിക്കാം. ഇനി ഞാനിവിടെ ഈ ഒരു റെക്ടാങ്കിൾ ആണ് ഞാൻ സ്കെയിൽ ചെയ്യാൻ പോകുന്നത്. അതിന് ജസ്റ്റ് റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം SC ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് ഇൻസ്ട്രക്ഷൻ തരുന്നത്? സ്കെയിൽ സ്പെസിഫൈ ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ ചോദിക്കുന്നത്. ഞാൻ തൽക്കാലം ഈ റെക്ടാങ്കിളിന്റെ ഈ ഒരു പോയിന്റ് ആണ് ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ, അതായത് എത്ര മടങ്ങിലാണോ ഈ ഒരു റെക്ടാങ്കിൾ, നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് റെക്ടാങ്കിൾ ആണ്, സ്കെയിൽ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ ലെങ്ത് 100ഉം വിഡ്ത്ത് 50 സെന്റിമീറ്റർ ആണ്. സ്കെയിൽ ഫാക്ടർ 2 കൊടുക്കുകയാണെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും 2 മടങ്ങായിട്ട് വർദ്ധിക്കും. 3 കൊടുക്കുകയാണെങ്കിൽ, അതായത് സ്കെയിൽ ഫാക്ടർ 3 കൊടുക്കുകയാണെങ്കിൽ 3 മടങ്ങാവും. അപ്പൊ നൺസീറോ ആയിട്ടുള്ള വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോ ഒറിജിനൽ ഉള്ള ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ് വേണ്ടെങ്കിൽ 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ കൊടുക്കുക. ഒറിജിനൽ ഒബ്ജക്റ്റിനേക്കാൾ വലിയൊരു വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ സ്കെയിൽ ഫാക്ടർ 1നേക്കാൾ അബവ് കൊടുക്കുക. അപ്പൊ ഒറിജിനൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് 100ഉം വിഡ്ത്ത് 50 സെന്റിമീറ്റർ ആണ്. ഞാൻ ഇപ്പൊ 0.5 ആണ് സ്കെയിൽ ഫാക്ടർ കൊടുക്കുന്നതായിരിക്കുക. 0.5 ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ കണ്ട നേരത്തോടെ 50 സെന്റിമീറ്റർ ആയിരുന്നു കൊടുത്ത്. അപ്പൊ അതിന്റെ വിഡ്ത്ത് 25 ആയി. ഇനിയിപ്പോ ലെങ്ത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് 15 ആയിരിക്കും കിട്ടുക. ഞാൻ ജസ്റ്റ് ലീനിയർ എടുത്തു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ കണ്ട 15 ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതേ റെക്ടാങ്കിൾ വീണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം SC സ്കെയിൽ കമാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ബേസ് പോയിന്റ് ജസ്റ്റ് ഇതേ പോയിന്റ് തന്നെ നമ്മൾ ഈ റെക്ടാങ്കിളിന്റെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഒറിജിനൽ ഒബ്ജക്റ്റ് ഇവിടെ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റ് അവിടെ നിൽക്കും. പിന്നെ സ്കെയിൽ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ 3 മടങ്ങ് സ്കെയിൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്കെയിൽ ഫാക്ടർ 3 ടൈപ്പ് കൊടുത്താൽ മതി. 3 ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയതിന്റെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ വിഡ്ത്തും ലെങ്ത്തും 3 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലീനിയർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട 75, അതായത് 3 മടങ്ങ്. ഇപ്പൊ വിഡ്ത്തിന്റെ 3 മടങ്ങ് വർദ്ധിച്ചു. ഇനി ലെങ്ത്തിന്റെ ആണെങ്കിൽ 15 ആയിരുന്നു, ഇപ്പൊ 115 ആയിട്ടുണ്ടായിരിക്കും ലീനിയർ. കണ്ട ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട 3 മടങ്ങ് വർദ്ധിച്ചു. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് സ്കെയിൽ തന്നെ റെഫറൻസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം SC ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നുണ്ട്, സ്പെസിഫൈ ബേസ് പോയിന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം റെഫറൻസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റെഫറൻസ്, അതായത് റെഫറൻസ് ലെങ്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ റെഫറൻസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്പെസിഫൈ റെഫറൻസ് ലെങ്ത്, അതായത് റെഫറൻസ് ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ റെഫറൻസ് ലെങ്ത് ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു ലെങ്ത് ആണ് റെഫറൻസ് ചെയ്യുന്നത്. അതായത് ഈ ലെങ്ത് 100 ആണ്. ഞാൻ 100 മാറ്റിയിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. റെഫറൻസ് ലെങ്ത് 100 കിട്ടി. ഇനി നമുക്ക് സ്പെസിഫൈ ന്യൂ ലെങ്ത്, അതായത് ഒരു റെക്ടാങ്കിളിന്റെ ഒരു സൈഡിലത്തെ ലെങ്ത് മാത്രം നമ്മൾ മാറ്റുന്നല്ലോ, പക്ഷെ അതിനനുസരിച്ച് അപ്പുറത്തെ ലെങ്ത്തും സ്കെയിൽ ആവും. അപ്പൊ നമുക്ക് ഒരു ലെങ്ത് ആണ് മാറ്റുന്നത്. ഇപ്പൊ ഈ 100 ഇല്ലേ, ഈ ഒരു വശത്തിന്റെ ലെങ്ത് 100 മാറ്റിയിട്ട് നമുക്ക് 300 ആക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ന്യൂ ലെങ്ത് 300 ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പൊ കിട്ടിയ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് 300 ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ലീനിയർ എടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട 300 ആയി. അതിനനുസരിച്ച് ഈ ഒരു ഹൈറ്റും 3 മടങ്ങും വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ലീനിയർ ചെക്ക് ചെയ്യുക.
ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, 150 ആയിട്ടുണ്ടായിരിക്കും. കണ്ടോ? അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വശത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഹൈറ്റ് നമുക്കറിയാം 50 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് 50 മാറ്റിയിട്ട് 400 ആക്കണം എന്ന് വിചാരിക്കുക. നമുക്ക് ലെങ്ത് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ 50ന്റെ 8 ഇരട്ടിയാണ് 400. അപ്പൊ നമുക്ക് ഇവിടെ 100ന്റെ 8 ഇരട്ടി 800 ആയിരിക്കും. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ഈ ഒരു റെക്ടാങ്കിൾ ജസ്റ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം SC ഷോർട്ട് കീ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ബേസ് പോയിന്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ബേസ് പോയിന്റ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ ടൈപ്പിനു പകരം റെഫറൻസ് പോയിന്റ് ഉള്ള ഓപ്ഷൻ എടുത്തു. റെഫറൻസ് പോയിട്ടുള്ള ഓപ്ഷനിൽ സ്പെസിഫൈ റെഫറൻസ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ലെങ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഏത് റെഫറൻസ് ലൈനാണോ വേണ്ടത് അത് നമുക്ക് വരച്ചു കൊടുക്കാം. അതായത് ഞാൻ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി സ്പെസിഫൈ ന്യൂ ലെങ്ത്, അതായത് ഇപ്പോൾ ഈ ഒരു ലെങ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫൈ ന്യൂ ലെങ്ത്, അതായത് ഈ ഒരു ലെങ്ത് എത്രയാണോ വേണ്ടതെന്ന്. അപ്പൊ 50 വരെ ഞാൻ 400 ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. 400 ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. കണ്ടോ? അപ്പൊ ഇത് നല്ല ഒബ്ജക്റ്റീവ് വലുതായിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഹൈറ്റ് 400ഉം ഈ ഒരു താഴത്തെ ബോട്ടം ലെങ്ത് 800 ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ലീനിയർ എടുക്കുക, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? 400. ഇനി അതേപോലെ നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു, വീണ്ടും അതേ ടൂൾ എടുത്തു. ഈ ബോട്ടം ലെങ്ത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. കണ്ടോ? ഈ ഒരു ലെങ്ത് 800 ആയിട്ടുണ്ടാവും. കണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് റെഫറൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. റെഫറൻസ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിന്റെ റെഫറൻസ് ലെങ്ത് യൂസ് ചെയ്തിട്ട് ആ സൈഡ് എത്ര സ്കെയിൽ ചെയ്യണം, അപ്പൊ അടുത്ത സ്കെയിൽ ചെയ്തിട്ടുള്ള ലെങ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ഫാക്ടറിന് പകരം റെഫറൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമുക്ക് സ്കെയിൽ ടൂൾ പഠിക്കാം.